നാഗ്പൂരിൽ മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്തത് അത്യന്തം അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ രീതി ആശങ്കാജനകമാണ്. ഇത് ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എക്സ് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, പലയിടത്തും ഇപ്പോഴും മലയാളി വൈദികർക്ക് നേരെയുള്ള ആക്രമണ സംഭവങ്ങൾ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും മലയാളി വൈദികൻ നേരത്തെ ജബൽപൂരിൽ ഉൾപ്പെടെ സമാനമായ രീതിയിൽ സംഭവങ്ങൾ നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ വിമർശനങ്ങളും ഉയർന്നു വന്നതാണ്. ആ ഘട്ടത്തിൽ കേരളത്തിലെ ഇടത് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എംപിമാരുമൊക്കെ അത്തരത്തിൽ ഇടപെടലുകളുമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ നാഗ്പൂർ ഉണ്ടായിട്ടുള്ള അവിടെ നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീറും ഭാര്യ ജാസ്മിനും അവരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത്യന്തം അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമാണ് നാഗ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ജബൽപൂരിൽ കണ്ടതുപോലെയുള്ള ഒരു ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ആശങ്കാജനകമായ പ്രവർത്തന രീതിയാണിതെന്നും മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി ഇത്തരം നീക്കങ്ങൾ ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ഈ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ്. അത്തരത്തിൽ സംഘപരിവാർ ഒരു അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘപരിവാർ രീതി ആശങ്കാജനകമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എക്സ് പോസ്റ്റിലൂടെയാണ് പ്രതികരണം.